അതെ, നമ്മുടെ കിച്ചണൊക്കെ മനോഹരമാക്കാനും അതേപോലെ തന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരുത്താൻ പറ്റിയ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വാങ്ങിയ പ്രൊഡക്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചണും ഫ്രിഡ്ജൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഓരോന്നിൻ്റെ വിലയും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും വിലയിൽ ചെറിയ ചേഞ്ചൊക്കെ വരും. എന്നാലും ഞാൻ വാങ്ങിയ വില ഇതിനോട് കൂടി പറയാം. ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ കേടുകൂടാതെ ഇരിക്കാൻ പറ്റിയ ഒരു 6 ബോക്സസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 6 ബോക്സും അതേപോലെ തന്നെ ബോക്സിനുള്ളിൽ വെക്കാൻ പറ്റിയത് ഇതേപോലെയുള്ള സ്റ്റാൻഡും കൂടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ബോക്സിനുള്ളിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ഈർപ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഈർപ്പമൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് പൊക്കോളും. അപ്പോൾ പച്ചക്കറി ഒന്നും പെട്ടെന്ന് ചീഞ്ഞ് പോവേ അല്ലെങ്കിൽ കേടുവരുമൊന്നുമില്ല. അപ്പോൾ എല്ലാ ബോക്സിലും ഓരോ സ്റ്റാൻഡ് വീതമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ ബോക്സിലേക്ക് നമുക്ക് സ്റ്റാൻഡ് ഒന്ന് വച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്ന അല്ലെങ്കിൽ വാടിപ്പോകുന്ന ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റിൽ ചെറിയ കുത്തുകളൊക്കെ വീണിട്ട് ചെറുതായിട്ട് അതിങ്ങനെ ചീഞ്ഞ് പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ലാതിരിക്കാനും വാടിപ്പോവാതിരിക്കാനും ഒക്കെ ആയിട്ട് ക്യാരറ്റിൻ്റെ 2 അറ്റവും ഇതേപോലെ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തൊലിയൊന്നും നമ്മൾ കളയണ്ട. 2 അറ്റവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാങ്ങിയ ബോക്സിലേക്ക് വച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാരറ്റ് ഈ ബോക്സിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വാടിപ്പോവാതെ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബോക്സാണ്, എന്നാൽ നല്ല ഒതുക്കമുള്ള ബോക്സുമാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളുന്നുണ്ട്. ക്യാരറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് പാവക്കയുടെയും 2 അറ്റവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ബോക്സിൽ വെച്ചു കൊടുക്കാം. അപ്പോൾ ബോക്സ് നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ മുഴുവനായിട്ട് തന്നെ വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേപ്പില ആണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ജലാംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ ഒരു തണ്ടോടുകൂടി ഈ ഒരു രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 2 മാസം വരെ ഇതേ ഫ്രഷ്നെസ്സിൽ ഇരുന്നോളും. പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. അപ്പോൾ കടകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ കുറച്ച് വിനാഗിരി കലർത്തിയ വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ബോക്സിലിട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നല്ല ഫ്രഷായിട്ട് ഇരുന്നോളും. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പച്ചമുളകൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ടാപ്പിന് കീഴ് വെച്ച് ഒന്ന് കാണിച്ച് കഴുകിയിട്ട് നമ്മൾ കറികളിലേക്കൊക്കെ ഇടാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കീടനാശിനിയുടെ അംശം പൂർണ്ണമായിട്ട് പോവില്ല. പച്ചമുളക് മാത്രമല്ല, അച്ചിങ്ങയൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കടകളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഇതേപോലെ ഒന്ന് മുക്കി വച്ചിട്ട് മാത്രം ഇതൊക്കെ കുക്ക് ചെയ്യാൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 478 രൂപയ്ക്കാണ് ഞാൻ ഈ 6 ബോക്സസ് വാങ്ങിയത്. അപ്പോൾ 4 ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലും റേറ്റ് കുറവായിരിക്കും. ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ച് റേറ്റിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബോക്സാണ്. എന്നാൽ നമുക്ക് ഇതേപോലെ ഒരു ബോക്സിന് മീതെ അടുത്ത ബോക്സ് വെച്ച് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിലേക്ക് പച്ചക്കറി എല്ലാം തന്നെ വച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് സാധാരണ നമ്മൾ വെക്കുന്നത് തേങ്ങ ചിരകിയതും പിന്നെ ദോശമാവ് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയുടെ ബാലൻസ് ഒക്കെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിയത്. ഉള്ളിൽ സ്റ്റീൽ കോട്ടിംഗ് ആണുള്ളത്. ഈ പാത്രങ്ങൾ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. പിന്നെ നമ്മൾ ഇതേപോലെ മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ലീക്കേജ് ഇല്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടിയാണ് ഇതിനോടുകൂടി ഉള്ളത്. അപ്പോൾ 3 പാത്രവും 3 അളവിലുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സായിട്ടും ഇത് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ലിഡ് വെച്ചിട്ട് നമ്മൾ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ലീക്കായിട്ട് പോവില്ല. അപ്പോൾ കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുത്തു വിടാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. പല സൈഡിലേക്ക് ഇത് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ വെള്ളം ലീക്ക് ആവുന്നില്ല. ഈ 3 ബോക്സിനും കൂടി എനിക്ക് 405 രൂപയാണ് വന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ 405 രൂപയ്ക്ക് വെർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ വേറെയും കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എസ്തെറ്റിക് ലുക്ക് കൊടുക്കാൻ പറ്റിയ പ്രൊഡക്ട്സൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ട് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും പറയുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്